രാവിലെ ഉറക്കമുണർന്നത് തന്നെ ഉറച്ച തീരുമാനത്തോടെയാണ്. നേരെ കണ്ണാടിയുടെ മുൻപിൽ പോയെന്ന് നോക്കി. വാവേ, അമ്മ ഇനി നന്നാവും കേട്ടോ, നോക്കിക്കോ. കുരുത്തക്കേടൊക്കെ ഇനി വാവ വന്നിട്ട് ഒരുമിച്ച് ചെയ്യാം. അപ്പം നിർത്താൻ ഉദ്ദേശമില്ല അല്ലേ? കൂട്ടിന് ആള് വരാൻ കാത്തിരിക്കുവാണോ? വരുണേട്ടൻ്റെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി. കമിഴ്ന്ന് തലപൊക്കി കിടക്കുന്നു. ഒരു ഞെട്ടലോടെ എന്നെ ഒന്ന് നോക്കുന്നു. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? ഉറങ്ങി എണീറ്റപ്പം ഞാൻ ആളും അറിയോ? കണ്ണാടിയിലൊന്ന് നോക്കി. ഇല്ലല്ലോ, ഞാൻ തന്നെയാണല്ലോ. നീ എന്താ രാവിലെ കുളിക്കാൻ പോകുവാണോ? പനി പിടിക്കും. പതിവില്ലാത്ത ശീലങ്ങൾ തുടങ്ങിയാൽ. കമിഴ്ന്ന് കിടന്ന് ചിരിക്കുന്നുണ്ട്. ഓ അത് ശരി, എൻ്റെ തോളിൽ കിടക്കുന്ന ടവൽ കണ്ട് തെറ്റിദ്ധരിച്ചതാണോ? ചുമ്മാ മുഖം തുടക്കാൻ എടുത്തതാണെങ്കിൽ പിന്നെ കുളിച്ചിട്ട് കാര്യം. മുൻപിലിരുന്ന ഫ്ലവർ വേസ് എടുത്തെറിഞ്ഞുകൊണ്ട് ഒന്ന് കൊഞ്ഞനം കുത്തി ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുൻപിൽ മുടി മുൻപിലേക്കിട്ട് വകയുമ്പോൾ പുറകിൽ വരുണേറ്റൻ്റെ ശ്വാസം തട്ടി. കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ച് പിൻകഴുത്തിൽ മുഖമമർത്തി. എൻ്റെ മാളൂട്ടി മാറേണ്ട, നമ്മുടെ കുഞ്ഞാവ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ സീരിയസ് ആയാണ് ഇന്നു മുതൽ. അതിന് മാറ്റമില്ല. പ്രതിജ്ഞ എടുക്കുമ്പോഴേ പ്രാവർത്തികമാക്കാൻ കഴിയണി ദേവി എന്ന് മനസ്സുകൊണ്ട് സ്മരിച്ചു. വാശിയോടെ വരുണേട്ടനെ തള്ളി മാറ്റി നേരെ താഴേക്ക് പോയി. അടുക്കളയിൽ കയറിയത് അന്നത്തെ നടയടി ഉണ്ടാക്കരുതെന്ന് കരുതി ഗ്ലാസുകൾ സൂക്ഷ്മതയോടെ കയ്യിലെടുത്തു. മാളു ചേച്ചി. പുറകിൽ നിന്നും കിച്ചുവിൻ്റെ ശബ്ദം കേട്ടതും കയ്യിലിരുന്ന ഗ്ലാസ് വിത്ത് ചായ നേരെ നിലത്തേക്ക്. നന്നാവൻ സമ്മതിക്കൂല ഈ കുരുപ്പ്. ഇന്നത്തെ കണിയും ഉഷാറ്. അതും പറഞ്ഞുകൊണ്ട് ഗ്ലാസ് എടുത്ത് മാറ്റുമ്പോൾ ഇളിച്ചുകൊണ്ട് വരുണേട്ടൻ കയ്യിൽ പത്രം പിടിച്ചു നിൽക്കുന്നു. ഇനി ആ പത്രം അരച്ചു കുടിക്ക്. എൻ്റെ മാളു, കയ്യിലിരിക്കുന്ന പാത്രം ആദ്യം നേരെ പിടിക്കാൻ പഠിക്ക്. എന്നിട്ടാകട്ടെ നന്നാവാൻ ശ്രമിക്കുന്നത്. വയ്യെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യാം. വേണ്ട, ഞാൻ ചെയ്തോളാം. വന്ന് കഴിക്കാനിരിക്ക്, എല്ലാം റെഡിയായിട്ടുണ്ട്. വരുണേട്ടൻ ഇരുന്നതും വളരെ സീരിയസോടെ ദോശയും ചട്നിയും പ്ലേറ്റിൽ വെച്ചു കൊടുത്തു. അപ്പോഴും സീരിയസ് ആകാൻ ശ്രമിക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി കോക്രി കാട്ടും പോലെ തോന്നിയ ആ കാട്ടുപോത്ത്. ചായ എടുക്കാൻ പോകാൻ തിരിഞ്ഞതും കയ്യിൽ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി. ദാ കഴിക്ക്. ദോശ മുറിച്ച് വായിലേക്ക് വെച്ചു തന്നു. എൻ്റെ വാവയ്ക്ക് വിശന്ന് കാണും. രാവിലെ മുതൽ അമ്മ വലിയ ഗൗരവമല്ലേ? വായിൽ വെച്ചു തന്നത് നിറഞ്ഞ സന്തോഷത്തോടെ കഴിക്കാൻ ഒരുങ്ങിയ എനിക്ക് 8ൻ്റെ പണി വന്നു തുടങ്ങി. എഴുന്നേറ്റൊരു ഓട്ടമായിരുന്നു. ഒരു കഷ്ണം ദോശയ്ക്ക് ഇത്രയും ബിൽഡപ്പോ? വാള് വെച്ച് തുടങ്ങിയത് വരുണേട്ടൻ ഓടി വന്നു. ഇങ്ങേരെന്തിനാ ഓടി വരുന്നത്? കമ്പനി തരാനാണോ? ഒന്ന് നിവർന്ന് നോക്കിയപ്പോഴേക്കും കുനിച്ചു നിർത്തി പുറം തിരുമ്മാൻ തുടങ്ങി. ചവിട്ടി തിരുമ്പാനേ, എൻ്റെ പുറം ഉളക്കിയതല്ല, ഷർദിലാണ്. ഞാൻ ആ മന്ദൻ കയ്യിലേക്ക് നോക്കി. നീ നന്നാവില്ല മാളു. കൗണ്ടർ അടിക്കൊരു കുറവുമില്ലല്ലോ. പിടിച്ചുകൊണ്ട് കസേരയിലിരുത്തുമ്പോൾ തളർന്ന് കണ്ണുകൊണ്ട് വരുണേട്ടനെ നോക്കി. എത്ര ദോശ കഴിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ കുഞ്ഞൊന്നും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. വയറ്റിലേക്കൊന്ന് നോക്കി. ഇനി ഇവന് ചിക്കൻ ബിരിയാണിയാണോ ഇഷ്ടം? ആവും എൻ്റെ എല്ലെ കൊച്ച്. ഒന്ന് ആത്മഗതിച്ച് വരുണേട്ടനെ നോക്കി. കണ്ണ, മോളെ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. അമ്പലത്തിൽ പോയി വന്ന ശേഷം സരോജം എന്നെ കണ്ടതും ഏതോ അന്യഗ്രഹി ജീവിയെ നോക്കും പോലെ നിന്നു. അമ്മ ഞെട്ടണ്ട, അമ്മയുടെ മോള് നല്ല ശീലങ്ങളൊക്കെ തുടങ്ങി. അവൾ രാവിലെ കുളിച്ചു. സത്യം. വരുണേട്ടൻ അവിഞ്ഞ ചിരിയോടെ നോക്കി. കാല, ഞാൻ വാടിച്ചു എന്ന് കരുതി എനിക്കിട്ട് പണി തരുന്നുണ്ട് അല്ലേ? എങ്കിലും ഒന്നും മിണ്ടാതെ മുഖം കൂട്ടി. ഇൻപുട്ട് ഔട്ട്പുട്ടായ ക്ഷീണത്തിൽ അങ്ങനെ കിടന്നു. ഹോസ്പിറ്റലിലേക്ക് വരുണേട്ടൻ്റെ കൂടെ പോകുമ്പോൾ സൈലൻ്റ് ആയിരുന്നു ഞാൻ. എങ്ങനെ ആകാതിരിക്കും? അമ്മാതിരി ശബ്ദമല്ലേ. എനിക്കാണെങ്കിൽ നാക്ക് ചൊറിഞ്ഞിട്ടും വയ്യ. എൻ്റെ കൺട്രോൾ ദൈവങ്ങളെ പിടിച്ചു നിൽക്കാൻ കൺട്രോൾ തരണേ പ്ലീസ്. നീ വാശി തന്നെയാണോ? സാധാരണ വണ്ടിയിൽ കയറിയാൽ നാക്ക് വായിൽ കിടക്കുന്നതല്ലല്ലോ. വരുണേട്ടൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങി എൻ്റെ ബലം പിടുത്തം കണ്ട്. നീ വല്ലതും പറ പെണ്ണേ. നിന്റെ ശബ്ദം കേൾക്കാൻ എന്തോ പോലെ. മിണ്ടരുത്, ഞാൻ സീരിയസ് ആണ്. ഷവർമ മേടിച്ചു തരാം. അവസാനം എൻ്റെ വീക്ക്നെസ് പിടിച്ചു തുടങ്ങിയപ്പോൾ മെല്ലെയായവ വന്ന് നോക്കി. മേടിച്ചു തരുമോ? പതുക്കെ ഒരു കണ്ണടച്ച് നോക്കി. ശ്രുതിയെ കണ്ടിട്ട് വാങ്ങിത്തരാം പോരെ? ഏതു ശ്രുതി? എന്നിലെ ചെകുത്താൻ തലപൊക്കി. ഡോക്ടറെ കാണിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കാണണോ? എൻ്റെ മാളു, നമ്മുടെ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ ശ്രുതിലാൽ. ഈ മോഹൻലാലിൻ്റെ ആരായിട്ട് വരും? മോഹൻലാലിൻ്റെ ആരുമല്ല, ഡോക്ടർ ജ്യോതിലാലിൻ്റെ ഭാര്യയാണ് കാർഡിയോളജിസ്റ്റ്. ഇത്രയും നാളായിട്ടും ഇതുവരെ അതൊന്നും പഠിച്ചില്ല. ഇനി ഞാനെങ്ങാനും ചത്തുപോയാൽ ഇതൊക്കെ നീയല്ലേ നോക്കി നടത്തേണ്ടത്? പറഞ്ഞുകൊണ്ടൊന്ന് നോക്കി. എന്തൊക്കെയാ വരുണേട്ടായി പറയുന്നത്? നമുക്ക് മരിക്കേണ്ട, കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് നാൾ ജീവിക്കണം. കയ്യിലേക്ക് ചാഞ്ഞു കിടന്ന് കണ്ണിൽ നിന്നും കണ്ണുനീര് അനുസരണയില്ലാതെ ചാടി. മാളു, ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കൂ.
വരുണേട്ടൻ മുഖവരയിട്ടതും സംഭവം എനിക്ക് കത്തി. എനിക്കറിയാം ഹോസ്പിറ്റൽ വന്നാൽ കുറച്ച് പക്വത കാണിക്കണമെന്നല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ സൈലൻ്റ് ആയത്. ഷവർമ ഓഫർ ചെയ്ത് നിങ്ങളല്ലേ എന്നെ പ്രകോപിപ്പിക്കുന്നത്. അത് എന്നോട് മിണ്ടാനല്ലേ. അവിടെ ചെന്ന വാ തുറക്കണ്ട. ഒരു വട്ടം കൊണ്ട് പോയതിൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. വരുണേട്ടൻ പറഞ്ഞത് ഞാൻ കുറച്ച് കാര്യങ്ങളായി വിറക്കി. വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഹോസ്പിറ്റൽ കൊണ്ടുപോയത്. വിവാഹം കഴിഞ്ഞ് ഹോസ്പിറ്റൽ പോകാനിറങ്ങിയ വരുണേട്ടൻ്റെ കൂടെ ചിമ്പാൻസി കുഞ്ഞുങ്ങൾ ബഹളം വെക്കും പോലെ കിടന്നു കരഞ്ഞു കൂടെ ചാടി. മാളു, ഈ ക്യാബിനിൽ ഇരുന്നോണം, വായിക്കാൻ ബുക്സ് കാണും. ആ ഡ്രയറിൽ ഞാനിപ്പോൾ വരാം. വരുണേട്ടൻ പുറത്തിറങ്ങി. ബുക്സാ? കൊള്ളാലോ. ബാലരമയും ബാലഭൂമിയും മനസ്സിൽ കണ്ടു ഡ്രയർ തുറന്ന് ഞാൻ ഞെട്ടി. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സിനിമയിൽ എക്സാം പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ധർമ്മജൻ ഇരിക്കും പോലെയിരുന്നു. ആ സമയം സിനിമയിലിട്ട ബീജിയും എൻ്റെ തലയിൽ കൂടെ വന്നു. ഇതേത് ബുക്ക്? പേരൊന്ന് വായിക്കാൻ നോക്കി. പൗലോ കൊയിലോ. കൊയിലോ പൗലോ, ഇതൊക്കെ എന്ത് സംഭവം? ഇങ്ങനെ വല്ല ഡിങ്കൻ്റെ കഥയൊക്കെ വായിച്ചാൽ പോരെ? പറന്നു വന്നല്ലേ രക്ഷിക്കുന്നത്. കുറച്ചു നേരം ബുക്ക് എടുത്തു നോക്കി. ആദ്യ പേജ് വായിച്ചപ്പോൾ മനസ്സിലായി ഇതെനിക്കുള്ളതല്ല എന്ന്. ഇരുന്നിട്ട് ഇരുപ്പുറക്കാത്തത് കൊണ്ട് നേരെ പണ്ട് കിടന്ന ഐസു ലക്ഷ്യമാക്കി നടന്നു. അന്ന് ഞാൻ സാലറി ഓഫർ ചെയ്ത സിസ്റ്ററായിരുന്നു അവിടെ. എന്നോടുള്ള സ്നേഹം കാരണം ഗംഭീര സ്വീകരണം കിട്ടി. അറിയാത്തവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ആദ്യം എന്നോട് അടുക്കാൻ മടിച്ചവർ പെട്ടെന്ന് തന്നെ അടുത്തു. അധികം പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട് അതിനുള്ളിൽ തകർത്തു വാരി. ചേച്ചി, ആ അമ്മൂമ്മയ്ക്ക് എന്താ പറ്റിയത്? ഒരു വശത്തായി ബെഡിൽ കിടക്കുന്ന ഒരു അമ്മൂമ്മ ഓക്സിജൻ മാസ്കിലൂടെ ഞങ്ങളെ തുറിച്ചു നോക്കി. മരുമോളുടെ വഴക്കിട്ട് മണ്ണെണ്ണ എടുത്ത് കുടിച്ചു. ഇന്ന് റൂമിലേക്ക് മാറ്റും. അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ ഓക്സിജൻ കൊടുക്കുന്നത്? വരുണേറ്റൻ പിഴിയുവാണോ? വരുണേറ്റൻ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അല്ല, അതുകൊണ്ടല്ല. അത് ഊരിയാലും മരുമോളെ തെറി പറയും. അതുകൊണ്ട് പുറത്ത് വിടും വരെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. വെറും മാസ്കാണ്. കൊള്ളാലോ അമ്മൂമ്മ. നേരെ ചാടിക്കയറി അവരുടെ ബെഡിലിരുന്നു. മാസ്ക് എടുത്തു മാറ്റി. അമ്മൂമ്മേ, ഒന്ന് തോണ്ടി. എന്തിനാ മണ്ണെണ്ണ കുടിച്ചത്? മണ്ണെണ്ണ കുടിച്ചാൽ ചാകില്ല. ചാകാനാണെങ്കിലേ വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരാം. ഭാ! ഒരൊറ്റ ആട്ടലായിരുന്നു. കട്ടിൽ നിന്നും ഞാൻ നേരെ താഴേക്ക്. മരുമോളെയും എന്നെയും സ്റ്റാഫിനെയും ഹോസ്പിറ്റലിനെയും പച്ചത്തെറി. അവരുടെ ആട്ടിനപ്പുറത്ത് അന്ത്യശ്വാസം വലിച്ചു കിടന്ന അപ്പൂപ്പൻ പെട്ടെന്ന് തന്നെ സ്വർഗ കവാടം തുറന്നു കിട്ടി. ദേ തള്ളെ, മര്യാദയ്ക്ക് കിടന്നിൽ നിങ്ങളെ കൂടെ ആ അപ്പൂപ്പനെ കമ്പനിക്ക് വിടും ഞാനും വിട്ടുകൊടുത്തില്ല. അമ്മൂമ്മ നോൺ സ്റ്റോപ്പ് തെറി അഭിഷേകം. മാളു! പുറകിൽ നിന്നും വരുണേട്ടൻ്റെ വിളി കേട്ടതും ഞാനും സ്റ്റാഫും ഒന്ന് ഞെട്ടി. അമ്മൂമ്മയുടെ തെറി അഭിഷേകം വരുണേട്ടിലേക്ക് ചെന്നു. അവരെ പിടിച്ചു ബെഡിൽ കിടത്തു. സ്റ്റാഫിനോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് എന്നെ വലിച്ച് ക്യാബിനിൽ കൊണ്ടിട്ടു. ഇവിടെങ്ങും കാണാതെ ഹോസ്പിറ്റലിലെ ടെറസിൽ വരെ നിന്നെ അന്വേഷിച്ച ആളെ വിട്ടു. നിന്നോട് ആരാ പറഞ്ഞത് ഐസിയുൽ കയറാം? അത്ര ഹൈജീനിക് ആയിരിക്കണം അവിടെ. അമ്മൂമ്മയുടെ വായിൽ നിന്നും കേട്ടത് കൂടാതെ വാക്ക് ഇവിടെ നിന്നും കിട്ടി ബോധിച്ചു. ഇനി ഇവർ ശരിക്കും അമ്മൂമ്മയും കൊച്ചുമോനുമാണോ? തെറിയിൽ നല്ല സിമിലാരിറ്റി. കൈകെട്ടി എല്ലാം കേട്ടു നിന്നു. വരുണേട്ട, അന്ന് മുതലുള്ള സംശയമാണ്. നിങ്ങളുടെ ആരെങ്കിലും ആണോ ഈ അമ്മൂമ്മ? തെറികൾക്ക് നല്ല സാമ്യം. പൂടി അവിടുന്ന്. ഇങ്ങനെ ആയിപ്പോയി അല്ലേ ചവിട്ടി കെട്ടിയാൻ എൻ്റെ കയ്യിൽ നിന്നും. ഹോസ്പിറ്റൽ ചെന്ന ഐസുവിൻ്റെ മുൻപിലെത്തിയപ്പോൾ വരുണേട്ടൻ എൻ്റെ കയ്യിൽ ഒന്ന് മുറുക്കെ പിടിച്ചു. ഇല്ല, പോകില്ല, സത്യം. ഞാൻ ഡീസൻ്റായി. ശ്രുതി ഡോക്ടറുടെ ക്യാബിനിൽ എന്നെയും കൊണ്ട് ചെന്നതും അവർ ആദ്യം തന്നെ ഞങ്ങൾക്ക് ആശംസ അറിയിച്ചു. ഞാൻ ഡോക്ടറെ ഒന്ന് അടിമുടി നോക്കി. ദൈവമേ, പേര് കേട്ടപ്പോൾ ചെറുപ്പക്കാരിയായ യുവതിയെ പ്രതീക്ഷിച്ച ഞാൻ തുന്നിക്കെട്ടാൻ സൂചി കണ്ണിന് പിടിക്കുവോ? ഈ വല്യമ്മയെ വെച്ചാണോ ഒരു നിമിഷം വരുണേട്ടന് ഞാൻ അവിഹിതം ചാർത്തിയത്? ദൈവമേ, അപ്പോൾ ജ്യോതിലാല് ഡോക്ടറോ? ഇതിലും പ്രായം കാണില്ലേ? കണ്ണ് കാണാതെ ഹാർട്ടിന് പകരം കരളെടുത്ത് വെക്കുമല്ലോ. മുകളിലോട്ട് നോക്കി ആലോചിച്ചുകൊണ്ട് വരുണേട്ടൻ്റെ ചെവിയിലേക്ക് ചെന്നു. ഇത് ഒരമ്മൂമ്മയല്ലേ വരുണേട്ട? പതുക്കെ ചെവിയിൽ ചോദിച്ചു. ഗവൺമെൻറ് റിട്ടയർഡാണ്. മുടി നരച്ചത് കൊണ്ട് നിനക്ക് തോന്നുന്നതാ. നല്ല ഡോക്ടറാണ്. മാള് വരൂ, ആ ബെഡിലേക്ക് കയറി കിടക്കൂ. എനിക്കുറക്കം വരുന്നില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ഉറങ്ങിക്കോളാം. വരുണേട്ടൻ്റെ കയ്യിൽ പിടിച്ചു. പൊട്ടി, നിന്നെ പരിശോധിക്കാനാണ്. ആ ബെഡിൽ കയറി കിടക്ക്. ഓ, അതിനാണോ? നേരെ ഓടിൽ ബെഡിൽ കിടന്നു. ടോപ്പ് മാറ്റി ഡോക്ടർ ആയത്തിൽ 2 ഞെക്ക് നന്നു വയറിലെ. അയ്യോ! ഒരു നിലവിളിയായിരുന്നു ബാക്കി വന്നത്. ദേവിയെ, 10 മാസം തികയ്ക്കാൻ ഇവർ സമ്മതിക്കില്ല. ഇന്ന് തന്നെ പ്രസവിക്കുമെന്ന് തോന്നി. അമ്മാതിരി ഞെക്കല്ലേ. ഇത് വരുണേട്ടനോടുള്ള ദേഷ്യം തീർത്തതാകാനേ വഴിയുള്ളൂ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടാനുള്ള സമയം വരെ വരുണേട്ടൻ്റെ കൂടെ ക്യാബിനിലിരുന്നു. കൈയും കാലും ഇളകി തുടങ്ങിയപ്പോൾ കയ്യിൽ പിടിച്ചു മടിയിലിരുത്തി.
നിന്നെ എനിക്ക് വിശ്വാസമില്ല. ഈ ഹോസ്പിറ്റൽ നീ തിരിച്ചു വയ്ക്കും. ഡോക്ടർ പ്രസ് ചെയ്തപ്പോൾ വേദനിച്ചോ? മെല്ലെ വയറിലൊന്ന് തഴുകി. സാരമില്ല, ഇനി വേദന കുറേ അനുഭവിക്കേണ്ടേ നമുക്ക്. വാവയ്ക്ക് വേണ്ടിയല്ലേ. വരുണേട്ടൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി ചേർന്നിരുന്നു. അപ്പോഴേക്കും വരുണേട്ടൻ്റെ മൊബൈൽ റിങ് ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ മുഖത്ത് വല്ലാത്ത വിഷമം വന്ന് നിറയുന്നത് കണ്ടു. ഞാനിപ്പോൾ വരാം, എന്നെ താഴേക്ക് ഇറക്കി. വേറെങ്ങും പോവരുത്, ഇവിടെ ഇരുന്നോളണം എന്ന് പറഞ്ഞ് ധൃതിയിൽ പുറത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും മുഖത്തെ സങ്കടം ഞാൻ ശ്രദ്ധിച്ചു. പോകാം മാളു, നമുക്ക്. കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സ്കാനിംഗ് റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കണ്ടേ? ഡോക്ടറെ കണ്ടു ഞാൻ, കുഴപ്പമൊന്നുമില്ല, നീ വാ. തോളിലേക്ക് കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്താ വരുണേട്ട, മുഖത്തൊരു വിഷമം പോലെ? ഡോക്ടർ വേറെന്തേലും പറഞ്ഞോ? സത്യം പറ. ഒന്നുമില്ല, നീ വാ. മുൻപോട്ട് നടക്കുമ്പോഴും ഒന്നും സംസാരിച്ചില്ല. കുറച്ചു ദൂരം കാർ മുൻപോട്ട് പോയി. ഒരു വശത്തേക്ക് കാർ ഒതുക്കി നിർത്തി. സ്റ്റിയറിങ്ങിൽ പിടിച്ച് കുറച്ചു നേരം ഇരുന്നു. മാളു, ഞാനൊരു കാര്യം പറഞ്ഞ നീ വിഷമിക്കുവോ? എന്താ വരുണേട്ട കാര്യം? പറ, ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. മാളു നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. മാളു, നമുക്ക് ഈ കുഞ്ഞ് വേണ്ടടാ. മൂർത്താവിൽ വരുണേട്ടൻ്റെ കണ്ണുനീരിൻ്റെ ചൂട് അറിഞ്ഞു തുടങ്ങി.